ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു ആശങ്കയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കം, നമ്മുടെ കടൽ മണൽ ഖനനത്തിലുള്ള നീക്കം, അത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ തീരത്തിൻ്റെ സംരക്ഷണത്തെ മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ ജീവിത വ്യവസ്ഥയെ വരെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മുടെ സംസ്ഥാനം അതിനെതിരെ വലിയ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് തീരദേശത്തൊരു വലിയ ഹർത്താൽ നടക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ തീരദേശ മേഖലയിൽ പ്രതിഷേധം ഇരമ്പുന്നു എന്ന് തന്നെ പറയാം. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് രാത്രി അർദ്ധരാത്രി വരെയാണ് ഈ ഹർത്താൽ നടക്കുക. ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഹർത്താൽ. അതായത് എല്ലാ തൊഴിലാളി സംഘടനകളും അതിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് തീരദേശ ഹർത്താൽ മുന്നോട്ട് പോകുന്നതെന്ന്. ഷാജി, ഗുഡ് മോർണിംഗ്. തീരദേശത്തിന്റെ വലിയ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഇരമ്പുകയാണ് ഹർത്താലിൽ. എങ്ങനെയാണ് ഹർത്താൽ മുന്നോട്ട് പോകുന്നത്? മനു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാത്രി 12 മണിക്കാണ് ഹർത്താൽ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 മണി വരെയാണ്. ഏതാണ്ട് 24 മണിക്കൂർ പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ തീരദേശ മേഖല നിശ്ചലമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അതിൻ്റെ അകത്ത് CIT ഉണ്ട്, INTUC ഉണ്ട്. അങ്ങനെ കേരളത്തിലെ എല്ലാ സംഘടനകളും, രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകളും സംയുക്തമായിട്ടാണ്. അതുകൂടാതെ തീരദേശ സഭകളുണ്ട്, ലത്തീൻ സഭയുണ്ട്, അതോടൊപ്പം തന്നെ SNDP ഉണ്ട്, അതോടൊപ്പം തന്നെ ജമാഅത്ത് കൗൺസിലുണ്ട്. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി മത്സ്യത്തൊഴിലാളികൾ ഒന്നാകെ കേരളത്തിൻ്റെ തീരപ്രദേശം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ധാതുമണൽ ഖനനം എന്ന പേരിൽ, അതായത് മണൽ ഏതാണ്ട് 300 ദശലക്ഷം ടൺ മണൽ കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്തുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഖനനം ചെയ്യാനായിട്ട് 2002 തീരുമാനമെടുത്തത്. അതിനുശേഷം അത് ഭേദഗതി ചെയ്തു. ഏതാണ്ട് 2022 സ്വകാര്യ ഏജൻസികൾക്ക് വരെ അത് നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ സമരവുമായിട്ട് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പാർട്ടിയും CPM അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, പലതവണ കേന്ദ്രമന്ത്രിമാരുമായിട്ട്, വകുപ്പ് മന്ത്രിമാരുമായിട്ട് സംസാരിച്ചു, കത്ത് അയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി കത്ത് അയച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നടത്താൻ പാടില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കടൽ വ്യാപകമായിട്ട് കരയിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല 12 നോട്ടിക്കൽ മൈൽ മുതൽ 50 വരെയുള്ള സ്ഥലങ്ങളിൽ മത്സ്യബന്ധന മേഖലയാണ്. ഈ പ്രദേശത്ത്, കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഖനനം നടക്കുമ്പോൾ അതൊരു സംഘർഷത്തിന് കാരണമാകും. അത് തീരദേശ മേഖലയിലാകെ വലിയൊരു സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കും. യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് അത് പോകും എന്നുള്ളതാണ്. അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയും മറ്റും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ശക്തമായ രീതിയിൽ ഇതിനെതിരെ നടപടികളുമായിട്ട് മുൻപോട്ട് പോകുമെന്നാണ് ഫിഷറീസ് മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഖനനവുമായി മുൻപോട്ട് പോകാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെയുള്ളൊരു മുന്നറിയിപ്പ്, ആദ്യ മുന്നറിയിപ്പ് മാത്രമാണ് ഈ തീരദേശ മേഖല. ഇവിടെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ തീരദേശ മേഖല മത്സ്യത്തൊഴിലാളികൾ അവരുടെ കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു വലിയ ആവശ്യകതയുമുണ്ട്. പക്ഷേ അവിടെയും കോൺഗ്രസിൻ്റെ നിലപാട് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നാട്ടിലെ മനുഷ്യരെ. കാരണം അവർ പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല, സംസ്ഥാനം കേന്ദ്രത്തിന് കയ്യും കെട്ടി വഴിയൊരുക്കുകയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആ നിലപാട് സ്വീകരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഈ നിലപാടിൻ്റെ ആത്യന്തിക ഫലം എന്താണ്? ഈ ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക എന്നത് മാത്രമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, കോൺഗ്രസിൻ്റെ നിലപാടല്ല ഈ വിഷയത്തിൽ INTUC അടക്കമുള്ള കോൺഗ്രസ് അനുകൂല മത്സ്യത്തൊഴിലാളി സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് 2002 നിയമമാണ്. 2002 ഇത് ഖനനം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ നിലപാട്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇക്കാര്യം ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ചെയ്യണമെന്നുള്ളൊരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ കൺവീനർ വരെ തീരുമാനമെടുത്ത് മറ്റ് പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്തത്. പക്ഷേ അതിനൊന്നും തന്നെ കൂട്ടുനിൽക്കാതെ കോൺഗ്രസ് ഒറ്റയ്ക്കൊരു സമരം നടത്തുന്നു. ഇങ്ങനെ സമരം നടത്തുന്നതോടുകൂടി ഈ സമരത്തെ പൊളിക്കാൻ കഴിയും. അങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന് വളരെ ഈസി ആയിട്ട് ഖനനം നടത്തുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് എതിർക്കാൻ സാധിക്കും. പക്ഷേ അതിന് തുരങ്കം വയ്ക്കുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്ന ഈ സമരങ്ങൾ എന്നാണ് മന്ത്രി പറഞ്ഞത്. കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പൈസ പോലും സംസ്ഥാന സർക്കാരിന് ലഭിക്കില്ല. നമുക്കറിയാം, 12 നോട്ടിക്കൽ മൈൽ എന്നൊക്കെ പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന
പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മണൽ പൂർണ്ണമായിട്ടും ഇവിടുന്ന് ഖനനം ചെയ്ത് കേന്ദ്ര സർക്കാരാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ വ്യാപകമായിട്ട് കരയിലേക്ക് കടൽ ജലം കയറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ തീരദേശ മേഖല പൂർണ്ണമായിട്ടും നമുക്കറിയാം, മത്സ്യബന്ധനമുള്ള സമയത്ത് പോലും പൂർണ്ണമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഖനനം കൂടി നടക്കുമ്പോൾ അത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും പട്ടിണിയിലേക്ക് തള്ളിവിടും. അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. അത്തരം സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു വലിയ സാമ്പത്തിക മേഖലയാണ് മത്സ്യബന്ധന മേഖല എന്ന് പറയുന്നത്. ഒരുപാട് മനുഷ്യർക്ക് അന്നം കൊടുക്കുന്ന ഒരിടം കൂടിയാണ്. ആ സാധാരണക്കാരായ മനുഷ്യരുടെ അന്നത്തിലാണ് ഈ മണൽ വാരിയിടാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറുത്ത് നിന്ന് തോൽപ്പിക്കേണ്ടത് തന്നെയാണ്. അതിന് സംസ്ഥാനം ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇപ്പോൾ ആദ്യം അനുമതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൊല്ലത്താണല്ലോ. കൊല്ലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യ ഉൽപ്പാദന മേഖലകളിൽ ഒന്നാണ്. കൊല്ലം പാരെന്ന് പറയുന്ന കൊല്ലത്തിൻ്റെ തീരപ്രദേശങ്ങൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യമേഖലകളിൽ ഒന്നുകൂടിയാണ്. അതിൻ്റെയൊക്കെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ ഇല്ലാതാകും ഈ പറയുന്ന ഖനനത്തിന് അനുമതി കൊടുത്താൽ എന്ന ഗൗരവതരമായ വിഷയമടക്കമുണ്ട്. പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത മാർഗമാണ് ഇല്ലാതാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു വലിയ സാഹചര്യമുണ്ട്.